ഇ ഡി കേസിൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് പ്ലീഡർ ഗീന കുമാരി നീങ്ങി എന്ന് അതിന് നടപടി വേണം എന്ന് പോലീസ്. നമുക്കറിയാം, ഇ ഡിയെ ആക്രമിച്ച കേസിനകത്ത് തിരുവനന്തപുരത്ത് അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വാടകയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ വെളിയിൽ ഇ ഡി ജീവനക്കാർ ഇറങ്ങിപ്പോയപ്പോൾ അവരെ ആക്രമിച്ചു, അവരെ കൊല്ലാൻ ശ്രമിച്ചു. അത് നമ്മളെല്ലാവരും കണ്ടു. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അവിടുത്തെ SHO അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അത് തടയാൻ പറ്റിയില്ല. അത് ഇടതുപക്ഷ പോലീസ് സംഘടനയുടെ ഒരു നേതാവായിരുന്ന വ്യക്തിയായിരുന്നു അവിടെ SHO ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് തടയാൻ കഴിഞ്ഞില്ല. ഇ ഡി ജീവനക്കാരുടെ 3 കാറുകൾ നശിപ്പിച്ചു. അതുകൂടാതെ ചിലർക്ക് പരിക്ക് വന്നു. അവരെ കൊല്ലാനുള്ള ശ്രമമുണ്ടായി. അതിന് FIR എടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴി അടിസ്ഥാനത്തിൽ മറ്റൊരു കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഹൈക്കോടതിയിലെ ഇ ഡി ഇതിനകത്ത് കക്ഷി ചേരാനും 9-ാം പ്രതിക്ക് ജാമ്യം കൊടുത്തതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ അവർ നീങ്ങിയിട്ടുണ്ട്. ആ ജാമ്യം ക്യാൻസൽ ചെയ്യണം. 11-ാം പ്രതിക്ക് തിരുവനന്തപുരത്തെ ജാമ്യത്തിന് മൂവ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് പ്ലീഡർ ഗീന കുമാരി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ അനുഭാവിയായ ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ ഭാരവാഹിത്വം വഹിച്ച ഒരു അഡ്വക്കേറ്റാണിപ്പോൾ. അവർ രാഷ്ട്രീയപരമായി പ്രതികളെ സഹായിക്കാത്ത രീതിയിൽ നീങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ ഈ കേസിൻ്റെ 9-ാം പ്രതിയുടെ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള രീതിയിൽ ജില്ലാ ജഡ്ജിയിൽ മുമ്പാകെ അവരുടെ വാദഗതി ഉന്നയിച്ചു. അവർ കൃത്യമായി ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് അന്വേഷണം ഈ 9-ാം പ്രതിക്ക് അനുകൂലമായി കസ്റ്റഡിയിലൊക്കെ പോയി അവരെക്കെതിരായിട്ട് ഇപ്പം നടപടിയൊന്നുമില്ല, ഇനി കസ്റ്റഡി വേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള വാദഗതികൾ പറഞ്ഞിട്ട് അന്വേഷണം ഏകദേശം കംപ്ലീറ്റ് ആയി എന്നൊരു വാക്കുകൂടെ പറഞ്ഞു. അതോടുകൂടി കോടതി ജാമ്യം കൊടുക്കാൻ നിർബന്ധിതരായി ജാമ്യം കൊടുത്തു. അതേ രീതിയിൽ തന്നെ 11-ാം പ്രതിയും ജാമ്യത്തിന് കോടതിയിൽ നീങ്ങിയിട്ടുണ്ട്. അവിടെയും ഇവരുടെ സ്റ്റാൻഡ് ഇത് തന്നെ. അതുകൊണ്ട് അവർക്കെതിരായിട്ട് പോലീസ് നീങ്ങി. കോടതിയിൽ ജാമ്യം കൊടുത്ത 9-ാം പ്രതി ജാമ്യം അത് ക്യാൻസൽ ചെയ്യണമെന്ന് ജില്ലാ ജഡ്ജിയുടെ മുമ്പാകെ പോലീസ് ഇപ്പം പ്രോസിക്യൂഷൻ ഭാഗം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇ ഡി ഇതിനകത്ത് കക്ഷി ചേരാനും ഇവിടെ ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയെന്നും അതിനകത്ത് ഈ കേസിനകത്തൊക്കെ അവരും കക്ഷി ചേരാൻ വേണ്ടി ഹൈക്കോടതിയിൽ അവർ മൂവ് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി അത് കഴിഞ്ഞ ദിവസം പരിഗണിച്ചു. അപ്പോൾ ഹൈക്കോടതിയിലെ ഇ ഡിയുടെ വാദഗതികൾ ഈ ഒന്ന് പറഞ്ഞത് CBI ഈ കേസിനകത്ത് അന്വേഷണം ഏറ്റെടുക്കണം എന്നാണ്. ഹൈക്കോടതി അത് നിരീക്ഷിച്ചു. CBIയുടെ അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല, ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വിലയിരുത്തി. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ ഈ കേസിൽ നടത്തി. കൊല്ലാനുള്ള ആഹ്വാനം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. കാരണം ഇ ഡി ജീവനക്കാർ അവരുടെ ഔദ്യോഗികമായ കേസന്വേഷണം നടത്തുന്ന സ്ഥലത്ത് അത് തടയുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രാജ്യവിരുദ്ധമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അതിനാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് ഏകദേശം 26ഓളം പേര് ഇപ്പം ജയിലിൽ കിടക്കുന്ന റിമാൻഡ് ചെയ്ത്. ആ 26 പ്രതികളിൽ 9-ാം പ്രതിക്ക് ജാമ്യം കൊടുക്കുകയും അത് ഗവൺമെൻറ് പ്ലീഡർ ഗീന കുമാരിയുടെ ശ്രമഫലമായി ജാമ്യം കിട്ടി. 13-ാം പ്രതിക്ക് അതുപോലെ തന്നെ ജാമ്യം കൊടുക്കുന്നതിനുള്ള ശ്രമം അവർ നടത്തിയത് ഇപ്പം പോലീസ് തടഞ്ഞു. ആ ഗവൺമെൻറ് പ്ലീഡറെ അടിയന്തരമായിട്ട് മാറ്റി പകരം ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇതെല്ലാം വിവരങ്ങളും പരിശോധിച്ചെങ്കിലും ഇ ഡി മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതൊരു CBI അന്വേഷണത്തിലേക്ക് പോകണം, ഈ അവരുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ. കാരണം അവരെ ബംഗാളിൽ മമതാ ബാനർജിയുടെ കാലഘട്ടത്തിൽ അവിടെ ഇ ഡി ജീവനക്കാർ വന്നപ്പം ഇതേ അനുഭവം അവിടെയും ഉണ്ടായി. ഇ ഡി ജീവനക്കാരെ മർദ്ദിച്ചു, അവരുടെ റെക്കോർഡുകളെല്ലാം വലിച്ചു കീറി, അവർ കൊണ്ടുവന്ന അവരുടെ ലാപ്ടോപ്പുകളെല്ലാം നശിപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം ബംഗാളിലുണ്ടായിട്ട് ആ കേസിലെ പ്രതികളെ എല്ലാവരെയും റിമാൻഡ് ചെയ്തു. ആ കേസ് CBI ഏറ്റെടുത്തു. അതേ അനുഭവം ഇ ഡി ജീവനക്കാർക്ക് കേരളത്തിലുണ്ടായി. അതുകൊണ്ട്
ഈ കേസ് CBIക്ക് വിടണം എന്നായിരുന്നു ED ഹൈക്കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി അതിനോട് യോജിച്ചില്ല. തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. നല്ല തൃപ്തികരമായ അന്വേഷണം നടക്കുകയാണ്. അതുപോലെ ചില കാര്യങ്ങളുടെ കോടതി പറയുകയുണ്ടായി. ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ 26-27 പേരുള്ള അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. അതോടൊപ്പം ഇനി 25 പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അവരെല്ലാം ഒളിവിലാണ്, എവിടെയാണെന്ന് അറിയില്ല. അവരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കണം. കാരണം ഇതിനകത്ത് ആരാണ് ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്, ആരാണ് കൊല്ലാനുള്ള ഒരു ശ്രമത്തിന് ആഹ്വാനം കൊടുത്തത്, അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. ഇപ്പോൾ 26 പേരെ പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഒരു പ്രിലിമിനറി പരിശോധന മാത്രമേ നടത്തുള്ളൂ. വളരെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന വാർത്തകളും അങ്ങനെയുള്ള മെസ്സേജുകളുമൊക്കെ ഇനി വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് കൂടുതൽ പരിശോധനയ്ക്ക് അയക്കണം. അതുപോലെ ഇനി അറസ്റ്റ് ചെയ്യാനുള്ള 25 പേരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കോടതി അത് തന്നെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞു അവരുടെ മുഴുവൻ ആൾക്കാരുടെയും മൊബൈൽ ഫോണും അവരുടെ ചർച്ചകളും അവരുടെ ടോക്കുകളും എല്ലാം കണ്ടെടുക്കണം. അതുകൊണ്ട് ആ മൊബൈൽ ഫോണിനകത്ത് അതിനകത്ത് കൂടുതൽ പരിശോധന നടത്തി എവിഡൻസ് ശേഖരിക്കണം എന്നാണ് പറഞ്ഞ കോടതി. ഏതായാലും പ്രതികളെ സഹായിക്കാനുള്ള ഒരു സഹായിക്കാനുള്ള ഒരു ഔദ്യോഗികമായ ശ്രമം ഗവൺമെൻറ് പിള്ളേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. അത് അവരൊരു ക്രിമിനൽ കുറ്റമാണോ ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനൊരു കേസെടുത്തപ്പം ആ പ്രതികളുടെ ഒപ്പം അതേ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതികളുടെ ഒപ്പം ചേർന്ന് അവരെ സഹായിക്കത്തക്ക രീതിയിൽ നീങ്ങുന്നത് തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ലീഡർമാർ പലരും അവർ കേസിൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് കാണാം. പക്ഷെ അങ്ങനല്ല. ഇവിടെ ഒരു അറ്റംപ്റ്റ് മർഡർ ആണ്. പ്രത്യേകിച്ച് ഒരു അന്വേഷണ ഏജൻസിയെയാണ് ED പോലൊരു അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ആ കൊല്ലാൻ ശ്രമിച്ച് അതിൻ്റെ നീതിപരമായ രീതിയിൽ കോടതി വാദം ഉന്നയിക്കുകയും അവരെ കസ്റ്റഡി വാങ്ങി കൂടുതൽ തെളിവ് ശേഖരിക്കാനും ഒക്കെ സഹായിക്കേണ്ട ആ ഗവൺമെൻറ് ലീഡർ മറുകണ്ഠം ചാടിയതായിട്ടാണ് ഇപ്പം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാകും. അവരെ ചിലപ്പം ഈ കേസിലേക്ക് കേരള പോലീസ് പ്രതിയാക്കേണ്ടി വരും. കാരണം അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ച് അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിനകത്ത് അവർ പ്രതികളുടെ ഒപ്പം ചേർന്നാൽ അത് കുറ്റകരമാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം കൂടെ പോലീസ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.